സീപ്ലെയിൻ പദ്ധതി താൽക്കാലികമായി നിർത്തിവെക്കണമെന്ന് മത്സ്യത്തൊഴിലാളി കോൺഫെഡറേഷൻ ചർച്ച ചെയ്യുന്നതുവരെ പദ്ധതിയുമായി മുന്നോട്ടു പോകരുത് എന്നും കമ്മിറ്റി ആവശ്യപ്പെട്ടു. നിലവിൽ സമരം വേണ്ട എന്നാണ് തീരുമാനമെന്ന് സമിതി ജനറൽ കൺവീനർ പി ചിത്തരഞ്ജൻ പറഞ്ഞു. എസ് അരുൺ ശങ്കർ വിവരങ്ങളുമായിട്ട്. അരുൺ, കഴിഞ്ഞ ദിവസം ഇതിൻ്റെ പരീക്ഷണ പറക്കൽ നടന്നതാണ്. വലിയ തോതിൽ പിന്നീട് മത്സ്യത്തൊഴിലാളി സംഘടനകളുടെ ഭാഗത്തുനിന്ന് വിമർശനമുണ്ടായി. ഒരു തരത്തിലുള്ള ചർച്ചകളും തങ്ങളായിട്ട് നടത്തിയിട്ടില്ല. അപ്പോൾ മന്ത്രിയൊക്കെ പറഞ്ഞത് ഇതൊരു ട്രയൽ റൺ മാത്രമാണ്, ഇത് കൃത്യമായ ഒരു സർവീസിലേക്ക് വരുന്നതിന് മുമ്പ് വേണ്ട ചർച്ചകളൊക്കെ നടത്തി എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുമെന്നാണ്. എന്താണ് തീരുമാനം? ഒരു തരത്തിലുള്ള സമരവും വേണ്ട എന്ന് തന്നെയാണോ? അതായത് ഒരു പകുതിയെങ്കിലും ഇവരെ ഈ പദ്ധതിയെ അനുകൂലിക്കുകയാണോ? ഏതായാലും കേരളത്തിൽ ആദ്യഘട്ടത്തിൽ 2013 സീപ്ലെയിൻ വന്നപ്പോൾ മത്സ്യത്തൊഴിലാളികൾ ശക്തമായി തന്നെ രംഗത്ത് വരികയും അതിനെതിരെ വലിയ പ്രതിഷേധം ഉയരുകയും സീപ്ലെയിൻ്റെ ഉദ്ഘാടനം തന്നെ താറുമാറാകുന്ന അവസ്ഥയും ഉണ്ടായിരുന്നു. രണ്ടാമത് സീപ്ലെയിൻ കൊണ്ടുവന്നപ്പോഴും സമാനമായിട്ടുള്ള ഒരു പ്രതിഷേധം അല്ലെങ്കിൽ എതിർപ്പ് അവർ പരസ്യമായി തന്നെ പ്രകടിപ്പിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു യോഗം ചേർന്നിരിക്കുകയാണ്. ഇന്ന് ആലപ്പുഴയിലായിരുന്നു മത്സ്യത്തൊഴിലാളി കോർഡിനേഷൻ സമിതി യോഗം ചേർന്നത്. ഈ യോഗത്തിലാണ് പദ്ധതി താൽക്കാലികമായി നിർത്തിവെക്കണം എന്നുള്ളൊരു ആവശ്യം അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. സർക്കാർ ഇക്കാര്യത്തിൽ ഒരു ചർച്ചയ്ക്ക് തയ്യാറാകണം, അതുവരെ പദ്ധതി നടപ്പിലാക്കരുത് എന്നുള്ളതാണ്. പക്ഷേ ആദ്യഘട്ടത്തിൽ ഒരു സമരം എന്ന നിലയ്ക്ക് താങ്കൾ പോകുന്നില്ല എന്നും അവർ അറിയിച്ചിട്ടുണ്ട്. കാരണം സർക്കാരുമായിട്ടുള്ള ചർച്ചയ്ക്ക് ആണ് ആദ്യം തയ്യാറാകുന്നത്. ആ ചർച്ച പരാജയപ്പെട്ടാൽ അടുത്ത ഘട്ടമായിട്ട് പ്രതിഷേധം നടത്താം എന്നുള്ളതാണ് യോഗത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു ധാരണ. യോഗത്തിൽ CPM MLAയും മത്സ്യത്തൊഴിലാളി നേതാവുമായ പി ചിത്തരഞ്ജൻ ഇക്കാര്യത്തിൽ വ്യത്യസ്തമായൊരു നിലപാടാണ് എടുത്തത്. പദ്ധതി ഉപേക്ഷിക്കണമെന്നൊരു നിലപാടല്ല, ഇത് ആശങ്കകൾ പരിഹരിക്കണം എന്നൊരു നിലപാടാണ് എടുക്കേണ്ടതെന്നുള്ളതാണ് അദ്ദേഹം യോഗത്തിൽ സ്വീകരിച്ച നിലപാട്. എന്തായാലും ഇത് വിശദമായി തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട്. എന്തായാലും സർക്കാരിനെ സംബന്ധിച്ചുള്ള ആശ്വാസം എന്ന് പറയുന്നത് ഈ പദ്ധതി ഉപേക്ഷിക്കണം എന്നൊരു നിലപാടിലേക്ക് പോയിട്ടില്ല, ചർച്ച വേണം എന്നൊരു നിലപാടാണ് ഈ മത്സ്യത്തൊഴിലാളി കോർഡിനേഷൻ സമിതി എടുത്തിരിക്കുന്നത്. ആ ചർച്ചയ്ക്ക് ശേഷം എന്ത് തീരുമാനം എന്നുള്ളതായിരിക്കും ഇനി ഈ പദ്ധതി സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടത്. ശരി, എന്തായാലും മത്സ്യത്തൊഴിലാളി കോൺഫെഡറേഷൻ്റെ ഒരു തീരുമാനമാണ് വന്നിരിക്കുന്നത്. സീപ്ലെയിൻ പദ്ധതി താൽക്കാലികമായി നിർത്തിവെക്കണമെന്നൊരാവശ്യം. സമരത്തിലേക്കൊന്നും പോകില്ല, പക്ഷേ വേണ്ട ചർച്ച നടത്തി പൂർണ്ണമായി മത്സ്യത്തൊഴിലാളികൾ മുന്നോട്ട് വയ്ക്കുന്ന ആശങ്കകൾ പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ വേണമെന്നാണ് ഇപ്പോൾ സമിതി ജനറൽ കൺവീനർ കൂടിയായ പി ചിത്തരഞ്ജനും ആവശ്യപ്പെട്ടിരിക്കുന്നത്. അരുൺ ശങ്കറാണ് വിവരങ്ങൾ വിശദമായി നൽകിയത്.